ഞങ്ങളുടെ സീനിയർ റിപ്പോർട്ടർ നിഖിലെ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കൂടി കാണാം. ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന വയനാടിന് കൈത്താങ്ങുമായി നിരവധി പേരാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നത്. അത് രക്ഷാപ്രവർത്തനവുമായാലും ശരി, ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ, അതായത് ക്യാമ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സേവന പ്രവർത്തനങ്ങളായാലും ശരി. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഇന്നിപ്പോൾ ഈ ക്യാമ്പിൽ മെഡിക്കൽ സംബന്ധമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഈ ക്യാമ്പിലുള്ളവർക്കൊപ്പം നിൽക്കുന്ന അഫ്സലാണ് എൻ്റെ കൂടെ ഉള്ളത്. അഫ്സൽ, ഇന്നലെ രക്ഷാപ്രവർത്തന രംഗത്തായിരുന്നു അല്ലേ? എന്തായിരുന്നു ഇന്നലെ അവിടത്തേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ? സൈന്യത്തിന്റെ കൂടെ തന്നെ അങ്ങോട്ട് പോയല്ലേ? NDRFന്റെ കൂടെ, പിന്നെ അതുപോലെ തന്നെ അവിടെ വിക്കായ കേസഫ് കമ്മിറ്റി അവരുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു, അടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റോപ്പ് വെച്ചിട്ടാണ് എല്ലാവരെയും എത്തിച്ചേർന്ന്. പിന്നെ പട്ടാളം വന്ന് ഒരു 4 മണി 5 മണി ആകുമ്പോൾ ബ്രിഡ്ജ് വിളിച്ചിട്ട് എല്ലാവരെയും എത്തിച്ച്. ആ ടൈമിൽ ഞാനിവിടെ റോപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹെൽപ്പ് ചെയ്ത് നിന്നായിരുന്നു. പിന്നെ ഇത് പഠിച്ച ആളാണല്ലേ? ഇതിൽ ട്രെയിനിങ് കിട്ടിയ ആളാണോ? ഞാൻ ട്രോമ കെയറിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ജൂനിയർ റെഡ് ക്രോസിൽ 4 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നു അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്തായിരുന്നു? അവിടെ നല്ല വെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ അത്യാവശ്യം ആൾക്കാർ കുടുങ്ങി കിടന്നതാണ്. പിന്നെ കുറേ ഡെഡ് ബോഡീസ് കിടന്നിരുന്നു, പിന്നെ ഒരുപാട് ബോഡീസ് കിടന്നിരുന്നു. അപ്പോൾ അണ്ട് കിടക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. അപ്പോൾ റോപ്പ് വെച്ചിട്ടാണ്, പിന്നെ സിപ്പ് ലൈൻ വെച്ചിട്ടാണ് NDRF എല്ലാവരും കയറിയിരുന്നത്. പിന്നെ ട്രക്കിൽ യൂസ് ചെയ്ത ആൾക്കാരെ അവിടെ നിന്ന് എത്തിച്ചിരുന്നതാണ്. ഈ ജീവനുള്ളവർ കുറേ പേരുണ്ടായിരുന്നു. കുറേ പേരെ നമുക്ക് അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റിയല്ലേ? അത്യാവശ്യം പേര് ബോഡീസ് തന്നെ അത്യാവശ്യം കുറേ ബോഡീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതവസ്ഥയിലായിരുന്നു ഇവരുണ്ടായിരുന്നു? ഈ ജീവനോടുള്ള ആളുകൾ പകുതിയൊക്കെ ചെളിയിൽ മൂടിയ നിലയിലായിരുന്നു. ഇഞ്ചുറി ആയിട്ടും വളരെ കൈയും കാലി പൊട്ടിയിട്ടും ചിലർ സിവിയർ ഇഞ്ചുറി ആൾക്കാരുണ്ടായിരുന്നു. അതായത് നടക്കാനോ ഒന്നും പറ്റാതെ അവിടെ ഇരുന്ന് പോയവരാണ് കൂടുതൽ. നടക്കാൻ പറ്റാനും ബോധം പോയവരും തളർന്നവരും കൈയും കാലി സ്ട്രോക്ക് വന്ന ആൾക്കാരുണ്ടായിരുന്നു. ഈ മൃതദേഹങ്ങൾ ഒരുപാട് പുറത്തെടുത്തു ആ ഒരു മേഖലയിൽ നിന്ന്? അത്യാവശ്യം മേഖലയിൽ ഇന്നലെ ഹാഫ് ബോഡി വരെ നമുക്ക് കിട്ടിയെന്നല്ലേ? ഹാഫ് ബോഡി കിട്ടി. ഇന്നിപ്പോൾ ഇവിടെ ക്യാമ്പിലെ സേവന പ്രവർത്തനങ്ങളാണല്ലേ? ഇന്നിപ്പോൾ നമ്മൾ മെഡിക്കൽ ടീമിൻ്റെ കൂടെ ട്രോമ കെയർ മെമ്പറായിട്ട് അവരുടെ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സും എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ട് എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലേ? ചില മാധ്യമങ്ങളിൽ ഇന്നലെ അഫ്സലിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ചില വാർത്തകൾ പോയിരുന്നു. അഫ്സൽ ഏതായാലും ഇവിടെ ഉണ്ടല്ലേ? ഇന്നലെ അത് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ചിലപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടില്ല, അപ്ഡേറ്റ്സ് കിട്ടില്ല. അപ്പോൾ എന്നെ വിളിച്ചത് കിട്ടിയില്ലെങ്കിൽ ഞാൻ കോഴിക്കോട് ഒരു ടീം റെസ്ക്യൂവിന് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ പോരാൻ നിന്നു. അപ്പോൾ അവർ നേരത്തെ പോയതുകൊണ്ട് എനിക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോകുന്നു. ഇവിടെ എത്തിയപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു വൈകാട് ടീം ഉണ്ട് ഇവിടെ, അവരെ കൂടെ പോരാന്ന് പറഞ്ഞത്. അപ്പോൾ അവർ എന്നെ വിളിച്ചത് കിട്ടാണ്ടായപ്പോൾ മാധ്യമങ്ങളിൽ പറഞ്ഞു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സുഖമായിട്ട് നല്ല ഓരോരുത്തരോട് പറഞ്ഞിട്ട് അവിടെ എത്തുകയും ചെയ്തു. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.